ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? ഇതാണ് ഒരു നാടൻ വിഭവമാണ്. വാഴപ്പിണ്ടി കൊണ്ട് തോരൻ വെച്ചതാണ്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ, പണ്ട് മുതലേ തോരൻ വെക്കാറുള്ള ഒരു സാധനമാണ് വാഴപ്പിണ്ടി, അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പല പല പേരിലൊക്കെ അറിയപ്പെടുന്ന സാധനം. നമ്മുടെ നാട്ടിലിത് ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരി വെക്കുക അങ്ങനെയൊക്കെയാണ് പറയാറ്, മലപ്പുറം സൈഡിലൊക്കെ. പല സ്ഥലത്തും ഇത് വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ ബനാന സ്റ്റഫ് അപ്പം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നന്നായിട്ട് ഇതിലൊക്കെ നുറുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല നാര് പോലത്തെ സാധനങ്ങൾ കാണാറുണ്ട്. നല്ല ഫൈബറാണ്. ഈ ഫൈബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പൈസ കൊടുത്തിട്ട് ഈ മറ്റേ പഴങ്ങളൊക്കെ വാങ്ങിക്കഴിക്കും. ഈ മലബന്ധ സാധ്യതയൊക്കെ ഉള്ള ആൾക്കാർ, ഈ എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ള ആളുകളൊക്കെ പഴങ്ങളൊക്കെ വാങ്ങിക്കഴിക്കും. ധാരാളം നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ശരീരത്തിലേക്ക് കഴിക്കണമെന്ന് പറയും. ഈ വാഴപ്പിണ്ടി നല്ല ബെസ്റ്റ് ഒരു സോഴ്സാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, മലബന്ധ സാധ്യത, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയ ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് വാഴപ്പിണ്ടി. രണ്ടാമത് നമ്മുടെ ശരീരത്തിലേക്ക് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും മറ്റ് പല സ്ഥലത്തുനിന്നും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ടോക്സിൻസിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ബെസ്റ്റ് സാധനമാണ് വാഴപ്പിണ്ടി. അതായത് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വാഴപ്പിണ്ടി സഹായിക്കും എന്നർത്ഥം. കിഡ്നിയുടെ ഫംഗ്ഷൻ മര്യാദയ്ക്ക് നടന്നാൽ എന്താ സംഭവിക്കുക? UTI, യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഇത് കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം കൂടി ഈ സാധനത്തിനുണ്ട്. പിന്നെ ഇതിൽ നന്നായിട്ട് വൈറ്റമിൻ B6 ഉണ്ട്. അതായത് വൈറ്റമിൻ B6ൻ്റെ കുറവായിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ അറ്റം ചില ആൾക്കാർക്ക് വരണ്ട് പൊട്ടുക, പിന്നെ നാക്കിൻ്റെ അറ്റം പൊട്ടിയിട്ട് വിയർക്കുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ലൊരു സോഴ്സാണ്. പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ നെർവിൻ്റെ ഫംഗ്ഷനും മസിലിൻ്റെ ഫംഗ്ഷനും വളരെ നല്ല സാധനമാണ് വാഴപ്പിണ്ടി. അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാലേ. അതാണ് പണ്ടത്തെ നമ്മളെ നാടൻ ഭക്ഷണങ്ങൾ എപ്പോഴും അതിൻ്റേതായ ഗുണം കാണിക്കും. കാരണം നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അതിനെ ഭക്ഷണമാക്കി മാറ്റുന്നത്. സോ പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയിൽ നിന്ന് മനുഷ്യന്മാർ എത്രമാത്രം ഡിറ്റാച്ച് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി വരിക ചെയ്യുക. നമ്മളിപ്പോഴും ഒന്നാമത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ പ്രകൃതിയുമായി ഡിറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണങ്ങൾ പൂർണ്ണമായും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഒരു പ്രോസസ്ഡ് ഫുഡ് ഐറ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ കോംപ്ലിക്കേഷൻ നമ്മൾ ലേറ്റർ സഹിക്കേണ്ടി വരെ ഒരു ബാധ്യസ്ഥത നമുക്ക് വന്ന് ചേരുമല്ലോ. സോ എപ്പോഴും നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ, നാടൻ വിഭവങ്ങൾ നമ്മുടെ ഫുഡിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ, നമ്മളെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്കായിട്ട് വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈറ്റമിൻ B6ഉം പൊട്ടാസ്യമൊക്കെ ഉള്ള ഒരു നല്ല റിച്ച് ആയില്ല. പിന്നെ മാത്രമല്ല ഇതിൽ നല്ല അനീമിക്കായ ലേഡീസിന് ഹെൽപ്ഫുൾ ആവുന്ന സാധനം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ എന്തിനീ അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് പകരം ഇത് ശീലമാക്കിക്കൂടെ? സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭക്ഷണത്തിലേക്ക് വരട്ടെ. നല്ല ഭക്ഷണശീലത്തിലേക്ക് എല്ലാവരും വരികയാണെങ്കിൽ നല്ലതാവും. ബൈ, സ്റ്റേ പോസിറ്റീവ്.